ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. ചിക്കൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടുത്തെ അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവട്ടെ ഈ ചിക്കൻ ഫ്രൈക്ക്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത അരിപ്പൊടിയോ അതല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിന് ശേഷം ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടുത്തെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുന്ന ഭാഗമൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഓയിലുണ്ടല്ലോ, ഇതിലേക്ക് നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വലിയ സവാള അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസുകളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പീസുകളൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു സവാള ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ ഉള്ളിയുടെ ആ ഒരു മസാല ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് കൂടെ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.